വികസന നേട്ടങ്ങളും ജനകീയ പദ്ധതികളും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ സാധിച്ചെങ്കിലും മാധ്യമങ്ങളിലൂടെ നവകേരള സദസ്സിന് കിട്ടിയത് നെഗറ്റീവ് ഇമ്പാക്റ്റാണെന്ന വിലയിരുത്തൽ സിപിഎമ്മിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലുണ്ട്. എന്നാൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ യഥാർത്ഥ കാരണം കേന്ദ്ര സർക്കാരിന്റെ വരിഞ്ഞുമുറുക്കലാണെന്ന പാർട്ടി വാദം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചെന്ന വിലയിരുത്തലാണ് സിപിഎം നേതൃത്വം. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് സിപിഎം കടന്നു കഴിഞ്ഞു. ഡിവൈഎഫ്ഐ ജനുവരി 20 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയോടെ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണമായും കടക്കും. 2 പതിറ്റാണ്ടോളം സിപിഎമ്മിനെ തെരഞ്ഞെടുപ്പുകളിൽ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സെക്രട്ടറിയായ എം.വി. ഗോവിന്ദന്റെ മികവളക്കുന്ന തെരഞ്ഞെടുപ്പായി വിലയിരുത്തപ്പെടും. ഇടതുമുന്നണിയിൽ സിപിഐഎം നിർണായക ഘട്ടത്തിലാണ്. ജീവൻ മരണ പോരാട്ടം നടത്തേണ്ട തെരഞ്ഞെടുപ്പിൽ കാനം രാജേന്ദ്രന്റെ അഭാവം മുന്നണിക്കും വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പ് ഗോദായിൽ പരിചിതനാണെങ്കിലും ബിനോയ് വിശ്വം സംഘടനാ തലപ്പത്ത് പുതുമുഖമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടവും വലവും കരുത്തായി നിന്ന 2 പേരില്ലാതെ പിണറായി വിജയൻ കളത്തിലിറങ്ങുകയാണ്. അതുതന്നെയാണ് പിണറായി വിജയന്റെ വെല്ലുവിളിയും. ഒറ്റയ്ക്കായി പോയ പിണറായി വിജയന് ചുറ്റും മാത്രം കറങ്ങുകയാണ് കേരള രാഷ്ട്രീയം. അല്ലെങ്കിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ അച്ചുതണ്ട് പിണറായി വിജയനാണ്.